إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്യുന്ന അവന്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ അള്ളാഹു അവന്റെ അപാരമായ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ഈ അതിഥിയെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പരിഗണിക്കുവാനും തിരിച്ചയക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മോടൊപ്പം ഈ റമദാനിൽ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ അമലുകൾ ചെയ്യുവാനും നോമ്പനുഷ്ഠിക്കുവാനും ആരോഗ്യമുള്ള ആളുകളുടെ അതേ പ്രതിഫലം അള്ളാഹു അവർക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും ഒക്കെ അള്ളാഹു മാരകമായ അസുഖങ്ങളിൽ നിന്നും ഈമാനില്ലാത്ത മരണത്തിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിലേക്കും പള്ളിയിലേക്കുമൊക്കെ സദഖ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അതിനെ കബൂലാക്കുമാറാകട്ടെ.
എന്തൊരുദ്ദേശം വെച്ചാണോ അവർ സദഖ നൽകിയത് അത് അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ സദഖ കാരണമായി അവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടും അതിനെയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഹതഭാഗ്യവാന്മാരെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ അല്ലാഹു പറഞ്ഞു തന്നിട്ടും അതിനൊന്നും ശ്രമിക്കാത്ത സന്മാർഗത്തിന്റെ കവാടങ്ങൾ പരിശുദ്ധമായ റമദാനിനെ പോലെ മുന്നിൽ തുറന്നു കിടന്നിട്ടും അതിലേക്ക് പ്രവേശിക്കാൻ കൂട്ടാക്കാത്ത നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ പോലെ വെള്ളത്തിന്റെ ചുഴിയിൽ മുങ്ങിത്താഴുമ്പോഴും മുന്നിൽ കാണുന്ന ആ പിടിവള്ളി ധിക്കാരത്തോടുകൂടി മാറ്റിവെക്കുന്ന, അവഗണിക്കുന്ന, വെളിച്ചമുണ്ടായിട്ടും അതിനെ അവഗണിച്ച് ഇരുട്ടിലേക്ക് വലാലത്തിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു ഉദാഹരണ സഹിതം നമുക്ക് ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അവര് വിഡ്ഢികളാണ് എന്നാണ്. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു മിൻ ആയാതിനാ ആതൈനാഹു ആയാതിനാ. എൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നൽകിയ ഒരാളെ സംബന്ധിച്ച് അല്ലാഹു നമ്മളോട് ചർച്ച ചെയ്യാനും പരസ്പരം ഓർമ്മിപ്പിക്കാനും പറയുന്നുണ്ട്. ഫൻസലഖ മിൻഹാ, അയാൾക്ക് അല്ലാഹു ആ ഒരു അനുഗ്രഹം നൽകിയിട്ടും അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ പഠനം നടത്താനും അതിൽ ആഴത്തിൽ എത്തിച്ചേരാനുമൊക്കെ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകിയിട്ടും അതിനെ അയാൾ മാറ്റി നിർത്തി. ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ, തൻ്റെ ഇച്ഛയെയും ശൈത്താനിനെയും പിന്തുടർന്നുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തെ അയാൾ വില കുറച്ച് കണ്ടു. ഫകാന മിനൽ ഗാവീൻ, അങ്ങനെ പതിയെ പതിയെ അയാൾ അതിക്രമകാരികളായ, അതിര് ലംഘിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിന്റെ വരികളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബനു ഇസ്രായേലുകാരിൽ പെട്ടിരുന്ന തൗറാത്തിനെ പറ്റി നല്ല രീതിയിൽ പഠിക്കുകയും അതിനെപ്പറ്റി ആഴത്തിൽ വിവരമുണ്ടായിരുന്ന 12,000-ഓളം ശിഷ്യന്മാർ സ്വന്തമായുണ്ടായിരുന്ന ആ ഒരു സമുദായത്തിൽ ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇജാബത്ത് ലഭിച്ചിരുന്ന, ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് അറിഞ്ഞിരുന്ന, എല്ലാ സന്മാർഗങ്ങളും ലഭിച്ച ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന വേദപണ്ഡിതനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി, ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി അയാൾ ഈ സന്മാർഗങ്ങളെയെല്ലാം മാറ്റിവെക്കുകയുണ്ടായി. അയാളെ സംബന്ധിച്ച് അയാളുടെ ഇൽമു കൊണ്ട്, അമല് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ മലക്കുകളോളം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഭൂമിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ അധപതിച്ചു പോയി എന്നാണ് അയാളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ, അയാളുടെ അമലുകൾ കൊണ്ട്, അയാളുടെ ഇൽമു കൊണ്ട് അയാൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാമായിരുന്നു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്, പക്ഷേ അയാൾ അതിനേക്കാളൊക്കെ ഒരവസരത്തിൽ ദുനിയാവിനും ഭൗതികതക്കും മുൻഗണന നൽകുകയും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തു. അയാൾ ഭൂമിയിലേക്ക് അള്ളിപ്പിടിച്ചു നിന്നു. ഫഅത്ബഅഹു ശൈത്വാനു വത്തബഅ ഹവാഹു, അയാൾ തന്റെ ഇച്ഛയെ പിൻപറ്റുകയുണ്ടായി. അയാളെ സംബന്ധിച്ച് അല്ലാഹു തആല ഉപമ പറയുന്നത് ഫമസലുഹു കമസലിൽ കൽബ്, അയാളുടെ ഉപമ ഒരു നായയോടാണ് അല്ലാഹു ഉപമിച്ചത്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്,
ആ നായയെ സംബന്ധിച്ച് ഏതവസരത്തിലും അത് തന്റെ നാവ് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ടേയിരിക്കും. ذلك مثل القوم الذين كذبوا بآياتنا. ഈ ബൽആം ഇബ്നു ബഊറയാകട്ടെ മറ്റേതൊരാളുമാകട്ടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ അടുത്തറിയുകയും അതിനെ പരിചയപ്പെടുകയും അതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയും ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അതിലൂടെ മാത്രമേ കരഗതമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം അതിനെ ഭൗതികതയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയാൽ, അതിനെ കളവാക്കിയാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു പറയുകയാണ്. ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം പറയുകയും പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണം. ലഅല്ലഹും യതഫക്കറൂൻ. അങ്ങനെ ചില ആളുകൾ നിങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായേക്കാമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇമാം ഖുതൈബി റഹിമഹുല്ലാ പറയുകയാണ്, കുല്ലു ഷൈഇൻ യൽഹസ് ഫഇന്നമാ യൽഹസു മിൻ ഇഅയാഇൻ ഔ അതശിൻ. ഏത് ജീവിയെ സംബന്ധിച്ചിടത്തോളവും അതിന് കിതപ്പുണ്ടാകും. അത് ഒരുപക്ഷെ ക്ഷീണത്തിന്റെ പേരിലോ ദാഹത്തിന്റെ പേരിലോ ഒക്കെ ആയിരിക്കാം. ഇല്ലൽ കൽബ്, എന്നാൽ നായയെ സംബന്ധിച്ച പ്രകാരം പറഞ്ഞത് അതിന്റെ കാര്യം വ്യത്യസ്തമാണ്. ഫഇന്നഹു യൽഹസു ഫീ ഹാലിൽ കലാലി വഹാലിർ റാഹ. അതിന് റാഹത്താണെങ്കിലും അതല്ല എന്തെങ്കിലും വെപ്രാളമാണെങ്കിലും അതിപ്രകാരം നാവ് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ടേയിരിക്കും. വഹാലിൽ മറദ് വഹാലിസ് സിഹ. അസുഖമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അതിപ്രകാരം ചെയ്യും. വഹാലിർ റയ്യി വഹാലിൽ അത്ഷി. അതിന് ദാഹമുണ്ടാകുമ്പോഴും അതിന്റെ ദാഹം ശമിച്ചാലൊക്കെ ഇങ്ങനെ ചെയ്യും. ഇത് പ്രകാരമാണ് ഒരാൾക്ക് സത്യം തിരിച്ചറിയുകയും എന്നിട്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുകയാണ്, ഫളറബഹു അല്ലാഹു മസലൻ ലിമൻ കദിബ ബിആയാതിഹി ഇൻ വഅൽതഹു ضل വഇൻ തറക്തഹു ضل. അവനെ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വന്തമായി വഴികേടിലാകാൻ തീരുമാനിച്ചതാണ്. അത് പ്രകാരമാണ് അല്ലാഹു തആല ഇവിടെ അവനെ ഉപമിച്ചിട്ടുള്ളത്. ബൽആം ഇബ്നു ബഊറയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഉന്നതി ലഭിച്ചിട്ടും അയാൾക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബുഇസ ബൽആം ഇബ്നു ബഊറ ഇലാ മലിക് മദിയൻ ലിയദ്ഉഹു ഇലൽ ഈമാൻ. മദിയനിലെ അന്നത്തെ രാജാവായിരുന്ന ദൈവനിഷേധിയായിരുന്ന ഒരു രാജാവിന്റെ അടുക്കലേക്ക് ബൽആം ഇബ്നു ബഊറയെ അയക്കപ്പെടുകയുണ്ടായി. അയാളെ ദഅവത്ത് ചെയ്യാനും ഈമാനിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ അയക്കപ്പെട്ടത്. അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും അതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അയാളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടതിന്റെ പകരം ദൈവനിരാസത്തിന്റെ കൂടെ കൂടുകയും അയാൾ നൽകിയ ഭൗതികമായ സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും അനുഭവിക്കുകയും അവസാനം അള്ളാഹുവിനെ തള്ളിപ്പറയുന്നതിലേക്ക് വരെ ഈ ബൽആം ഇബ്നു ബഊറ എത്തിച്ചേരുകയുണ്ടായി. കാന അവ്വലു മൻ സന്നഫ കിതാബൻ ഫീ അലൈസ ലിൽ ആലമി സാനിഉൻ. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ഒക്കെ ആദ്യത്തെ കൊടിപിടിച്ച ചില ആളുകളുടെ കൂട്ടത്തിൽ ബൽആം ഇബ്നു ബഊറയും ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്നതിന്റെ വിഷയത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥരചന നടത്തുന്നത് ഇദ്ദേഹമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തുനിന്ന് ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമാവുകയും ചെയ്ത ഒരു സംവാദത്തിന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സാക്ഷികളാവുകയുണ്ടായി. മുഫ്തി ഷമായിൽ നദ്വിയും ജാവേദ് അഖ്തറും തമ്മിലുള്ള ആ സംവാദം പല ഭാഷകളിലും ഇന്ന് നമുക്ക് ലഭ്യമാണ്. മലയാളത്തിലും അത് നമുക്ക് ലഭ്യമാണ്. തീർച്ചയായും നമ്മൾ കാണേണ്ട, നമ്മൾ പഠിക്കേണ്ട ഒരു സംവാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദീനിനെ പരിപോഷിപ്പിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും വേണ്ടി ചില ആളുകളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കബൂലാക്കുമാറാകട്ടെ. ലോകത്തുള്ള ഒരുപാട് മുസ്ലിമീങ്ങൾ അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി.
അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ നേരിട്ട് ഈ കാലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കും അത്തരത്തിൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഇസ്തിഖാമത്തോടുകൂടി നല്ല രീതിയിൽ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാനും അതിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബലാം ഇബ്നു ബഊറയെ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മുഫസ്സിരിങ്ങൾ ആ ചരിത്രത്തിൽ നിന്നും ആ 1-2 ആയത്തുകളിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് മുഫസ്സിരിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഒരുപാട് ഉന്നതിയിലേക്ക് ഉയർത്തും, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ അള്ളാഹുവിന്റെ ആ ആയത്തുകളെ കളവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ശിക്ഷ ഈ ലോകത്ത് തന്നെ വെച്ച് ഉണ്ടാകുമെന്ന് പല ഉദാഹരണങ്ങളും സഹിതം മുഫസ്സിരിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ സ്വന്തം തന്നെ അവരുടെ വിജയിക്കാനുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ അവർ തന്നെ സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തും. ഈ ഒരു റമദാൻ നമ്മിലേക്ക് ആഗതമായ ഈ പശ്ചാത്തലത്തിൽ ബലാം ഇബ്നു ബഊറയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് അള്ളാഹു നമുക്ക് ഈ ഒരു മാസത്തിൽ നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ നമ്മെ എത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. റമദാനിന് വേണ്ടി സ്വർഗീയ കവാടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിക്കും, അതിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടും. അതിനെ സംബന്ധിച്ചുള്ള ഹദീസൊക്കെ ഇന്ന് സുബഹിക്ക് ശേഷം നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായി റയ്യാൻ എന്ന കവാടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുകയാണ്. ഈ മാസത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിലോകത്തേക്ക് നോക്കിക്കൊണ്ട് യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ, നന്മയെ ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ മുമ്പോട്ട് വരൂ എന്ന് നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിലും അല്ലാഹു തആല അതിനൊക്കെ തക്കതായ പ്രതിഫലം നൽകുമെന്ന് ഹദീസിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം പോലും അള്ളാഹുവിന്റെ അടുക്കല് മഹത്വമുള്ളതാണ്. അത് കസ്തൂരിയേക്കാൾ സുഗന്ധമായിട്ടാണ് ആകാശ ലോകത്തുള്ളവർക്ക് അനുഭവപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഭൂമിയിലേക്ക് ഈ മാസത്തിൽ കരുണയോടുകൂടി നോക്കുകയും അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ അടിമകൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ മലക്കുകളുടെ ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അത് റമദാനിനല്ലാത്ത സമയത്തും അത്തരത്തിൽ മലക്കുകളുടെ ദുആ ലഭിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അയാൾ നമസ്കാരത്തിലുള്ളതുപോലെ അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാഹു തആല അവന് വേണ്ടി മലക്കുകളെ ഏർപ്പാടാക്കുന്നതാണ്. അവർ നമസ്കാരം ആരംഭിക്കുന്നതുവരെയും ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്കുകയും ഇവനോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തും അള്ളാഹുവിന്റെ പാപമോചനവും നരകമോചനവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉറക്കം പോലും ഇബാദത്തായി എങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ രാപ്പകലുകൾ മുഴുവൻ സമയവും ഇബാദത്തിലായി കഴിച്ചുകൂട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരം പരിശുദ്ധമായ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കുവാനും നോമ്പിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല
ലക്ഷ്യം വെച്ചിട്ടുള്ള കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ആ തഖ്വ കരസ്ഥമാക്കുവാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അല്ലാഹു പറഞ്ഞു. ആ നോമ്പിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നേടുവാൻ സാധിക്കണം. റമദാനിലെ ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കുകയും അത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഈ സൗഭാഗ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അമലായി പരിവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ അതിഭീകരമായിരിക്കുമെന്ന് ഈ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ല പറയുകയാണ്, വഇൻദൽ മുഅ്മിനീന മുഖററുൻ മൻ തറക സൗമ റമദാന ബിലാ ഉദ്രിൻ ബിലാ മറദിൻ വലാ ഗറൽ. ആരെങ്കിലും അല്ലാഹു കൊടുത്ത ഇളവുകളല്ലാതെ വെറുതെ ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫഇന്നഹു ശർറും മിനസ്സാനി വൽ മുകാസി വമുദ്മിനിൽ ഖംർ, നിത്യമായി കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്നവനേക്കാളും ഷർറായവനാണ് അവൻ. കാരണം അള്ളാഹു പറഞ്ഞ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ട അള്ളാഹു നിർബന്ധമാക്കിയ റമദാനിലെ നോമ്പിനെ അവൻ യാതൊരു കാരണങ്ങളുമില്ലാതെ അള്ളാഹു ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇളവുകൾ ഉള്ളവർക്ക് അള്ളാഹു ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകളിലൊന്നും ഉൾപ്പെടാതെ ഒരാൾ ആ റമദാനിന്റെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗൗരവമുള്ളതാണെന്ന് ഇമാമുമാർ പറയുന്നുണ്ട്. വലിയ ഷുക്കൂന ഫി ഇസ്ലാമിഹി, അവന്റെ ഇസ്ലാമിൽ സംശയിക്കണം. കാരണം ഇസ്ലാമിന്റെ ഒരു റുക്കിനെയാണ്, ഒരു നിർബന്ധമായ കാര്യത്തെയാണ് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഇളവുകളുമില്ലാതെ അവൻ ഉപേക്ഷിക്കുന്നത്. വയളുന്നൂന ബിഹി സന്ദഖത വൽ ഇൻഹിലാൽ എന്ന് മാത്രമല്ല, അവൻ മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും കടന്നു പോകുന്നുണ്ടോ എന്ന് വരെ അവനെ കുറിച്ച് നിങ്ങൾ നിരീക്ഷിക്കണമെന്ന് ഇമാമുമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും നല്ല സത്യവിശ്വാസിയായിരുന്നിട്ട് പോലും ദൈവനിഷേധിയായി പോയ ബൽആം ഇബ്നു ബഊറയെ പോലെ നോമ്പുപേക്ഷിക്കുന്നവരായിത്തീരുമെന്ന മുന്നറിയിപ്പാണ് നമുക്ക് ഈ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ റമദാനിൽ പോലും ഒരാൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് അത് നേടിയെടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ റമദാൻ സമാഗതമാകുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ കയറിയപ്പോൾ ഓരോ ചവിട്ടുപടിയിലും വെച്ച് ആമീൻ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനുശേഷം പതിവില്ലാത്ത ഈ രീതി കണ്ടിട്ട് സ്വഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അലാമ അമ്മൻത, നബിയെ എന്തിനായിരുന്നു ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞത്? അതാനി ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് 3 ദുആ ചെയ്തു. ആ 3 ദുആകൾക്കാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ദുആ ഇപ്രകാരമായിരുന്നു, റഗിമ അൻഫുംറുഇൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക. നബിയെ, അങ്ങയുടെ പേര് ഒരാളുടെ അടുക്കൽ പറയപ്പെടുകയും എന്നിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നത് ഒരു മുഅ്മിനിന്റെ മേൽ കടമയാണ്, ബാധ്യതയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിച്ചതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുകയും സ്വലാത്ത് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അഭിസംബോധനം ചെയ്തിട്ട് അല്ലാഹുവും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവനായിരിക്കും നബി തങ്ങളോട് ഖിയാമത്ത് നാളിൽ വെച്ച് ഏറ്റവും അടുത്തവനെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അഖറബുമ, അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് സ്വലാത്തിന് കാണാൻ കഴിയുന്നതാണ്. രണ്ടാമതായി ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്, റഗിമ അൻഫുംറുഇൻ അദ്റക അബവൈഹി ഫലം യദ്ഖുലിൽ ജന്ന. ഒരാൾക്ക് മാതാപിതാക്കളെ ലഭിക്കുകയും ആ മാതാപിതാക്കളിലൂടെ അവരുടെ ഖിദ്മത്തിലൂടെ അവരുടെ അനുസരണയിലൂടെ ഒരാൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാനും സാധിച്ചിട്ടില്ല എങ്കിൽ അവനും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി പോകട്ടെ, നാശമായി പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. നബി തങ്ങൾ ആമീൻ പറയുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി നബി തങ്ങൾ ആമീൻ പറഞ്ഞത്, റഗിമ അൻഫുംറുഇൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് റമദാൻ വന്നു ചേരുകയും ആ റമദാനിലൂടെ അവൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്ത് നേടിയെടുത്തിട്ടില്ല എങ്കിൽ
അവനും നാശമായി പോകട്ടെ എന്നാണ്. മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറയുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യദോഷികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റമളാൻ അത് ഫലപ്രദമാകാൻ വേണ്ടി നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ തൗബ ചെയ്ത് ഹൃദയത്തെ ശുദ്ധിയാക്കണം. റമളാൻ ആഗതമാകുമ്പോൾ റമളാനിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ദുആ ചെയ്ത് അള്ളാഹു ആ ദുആയെ സ്വീകരിച്ച് റമളാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി റമളാനിലും നല്ല നല്ല അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. വലിയ വലിയ ആലിമ്യങ്ങളും മഹത്തുക്കളും ഒക്കെ ഇത്തരത്തിൽ അള്ളാഹുവിനോട് നല്ല അമലുകൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അവർ ആ നോമ്പിനെ നല്ല രീതിയിൽ പൂർത്തിയാക്കുവാനും രാത്രി നമസ്കാരങ്ങളെ നിർവഹിക്കുവാനും അവർ ദുആ ചെയ്തിരുന്നു. വർസുഖ്നാ ഫീഹിൽ ജിദ്ദ വൽ ഇജ്തിഹാദ വൽ ഖുവത വൻ നശാത്ത്. അല്ലാഹുവേ, ഈ റമളാനിന്റെ രാപ്പകലുകളിൽ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി നല്ല ക്ഷീണമില്ലാതെ നല്ല ആഗ്രഹത്തോടു കൂടി അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്നവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും അത്തരത്തിലുള്ള ദുആകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. ഒരു നന്മ ചെയ്യണമെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹു തആല നമ്മളെ അത്തരത്തിൽ ഖബൂലാക്കുമാറാകട്ടെ. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, മൻ റഹിമ ഫി റമളാന ഫഹുവൽ മർഹൂം. ആർക്കെങ്കിലും റമളാനിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് ലഭിക്കുകയാണെങ്കിൽ, അള്ളാഹു തആല ഭൂമിയിലേക്ക് കരുണയുടെ നോട്ടം നോക്കുമ്പോൾ അതിൽ ഉൾപ്പെടാൻ ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ ഫഹുവൽ മർഹൂം, അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് കിട്ടിയവൻ. വമൻ ഹുരിമ ഖൈറുഹു ഫഹുവൽ മഹ്റൂം. ഇനി ആ റമളാനിന്റെ ഖൈറുകളെ ആർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് എല്ലാവിധ ഖൈറുകളും തടയപ്പെട്ട ഭാഗ്യദോഷി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വമൻ ലം യതസവ്വദ് ലിമആദിഹി ഫീഹി വഹുവ മലൂം. ഇത്രത്തോളം പുണ്യകരമായ ഒരുപാട് നന്മകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഈ ഒരു റമളാൻ വന്നിട്ടും നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള അമലുകൾ ഈ ഒരു മാസം ചെയ്തിട്ടില്ലെങ്കിൽ ഫഹുവ മലൂമുൻ, അവനെയാണ് ആക്ഷേപിക്കപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഈമാനോടും ഇഹ്തിസാബോടും കൂടി പ്രതിഫലേച്ഛയോടുകൂടി അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല അതിഥിയായി നമ്മിലേക്ക് കടന്നു വന്ന റമളാനിനെ വളരെയധികം സന്തോഷത്തോടുകൂടി നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന, നല്ല രീതിയിൽ സാക്ഷി നിൽക്കുന്ന അതിഥിയായി കൊണ്ട് മടക്കി അയക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കണം. ഇശാഇന്റെയും സുബ്ഹിയുടെയും ഒന്നും ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് റമളാൻ അല്ലാത്ത സമയത്ത് തന്നെ ഒരുപാട് പവിത്രതയുള്ളതാണ്. മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ആരെങ്കിലും ഇശാ ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ അവൻ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല. ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ അവൻ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അള്ളാഹു അത്തരത്തിൽ ജമാഅത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ എല്ലാ ദിവസവും ചെറുതാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ ചെയ്യണം. പ്രത്യേകിച്ച് അവസാനത്തെ 10 നമ്മൾ സ്വതക്കകൾ എല്ലാ ദിവസവും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദറിൽ സ്വതക്ക ചെയ്ത വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞതിലുപരി കേട്ടതിലുപരി അമലിൽ കൊണ്ടുവരുവാനും അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ പ്രാവർത്തികമാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനിൽ പങ്കെടുക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.